ഇന്നത്തെ നമ്മുടെ സെഷൻ്റെ ടൈറ്റിൽ ഇതാണ്, എൻഡ് ഓവർ തിങ്കിങ് അറ്റ് ഇറ്റ്സ് സോഴ്സ്. ഓവർ തിങ്കിങ്, അമിത ചിന്തകൾ. അമിത ചിന്തകളെ വേരോടെ പിഴുതെറിയാം. കൂടുതലായിട്ടുള്ള തിങ്കിങ്, അതിനെ ഉത്ഭവസ്ഥാനത്ത് തന്നെ നമുക്ക് തടയിടാം. യു ക്യാൻ എൻഡ് യുവർ ഓവർ തിങ്കിങ്. പലർക്കുമുള്ള വിഷയമാണ് ഓവർ തിങ്കിങ്. ഏറ്റവും കൂടുതൽ ആളുകൾ അനുഭവിക്കുന്നൊരു പ്രോബ്ലമാണ് ഓവർ തിങ്കിങ്. നമുക്ക് ഗുണം ചെയ്യാത്ത അനാവശ്യമായ ചിന്തകളെ ഉറവിടത്തിൽ തന്നെ ഇല്ലാതെയാക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മളിൽ പലരും ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. നമ്മൾ ജീവിതത്തോടാണോ മല്ലിടുന്നത്, അതോ ഈ ജീവിതത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ നടക്കുന്ന കമൻറ്ററികളോടാണോ എന്ന് നോക്കണം. മനസ്സിനെ നമ്മൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ശ്രദ്ധയെ നമ്മൾ ചിലപ്പോൾ ഒരു വിഷയത്തിൽ നിന്നും മറ്റൊരു വിഷയത്തേക്ക് ഡിസ്ട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. മോശമായ ചിന്തകളിൽ നിന്നും നല്ല ചിന്തകളിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. ഒരു ചിന്തയെ ഉപയോഗിച്ച് മറ്റൊരു ചിന്തയെ നമ്മൾ തോൽപ്പിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എത്രത്തോളം നമ്മൾ ശ്രമിക്കുന്നുവോ അത്ര കണ്ട് നമ്മുടെ മനസ്സ് ശക്തമായി തിരിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദ സഫറിങ് ഈസ് നോട്ട് ഫ്രം ലൈഫ് ബട്ട് ഫ്രം മെൻ്റൽ റെപ്പിറ്റേഷൻ. ഇതാണ് സത്യം. സഫറിങ് അഥവാ കഷ്ടപ്പാട് ജീവിതത്തിൽ നിന്നല്ല ഉണ്ടാകുന്നത്. പിന്നെ എന്തിൽ നിന്നാണ്? ഫ്രം മെൻ്റൽ റെപ്പിറ്റേഷൻ, മാനസിക ആവർത്തനത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. മെൻ്റൽ റെപ്പിറ്റേഷനാണ് ശരിക്കും ഓവർ തിങ്കിങ്ങിലേക്ക് എത്തുന്നത്. ചിന്തകളുടെ ഈ ഒരു ചക്രവ്യൂഹം ഉണ്ടല്ലോ, നമ്മൾ അതിൽ പെട്ടുപോയി. ദാറ്റ് ഈസ് ദ മെയിൻ പ്രോബ്ലം. ബലം പ്രയോഗിച്ച് നമുക്കൊരിക്കലും മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയില്ല. അപ്പോൾ ഓവർ തിങ്കിങ് പൂർണ്ണമായും ഇല്ലാതെയാകണമെങ്കിൽ തോട്ട്സിനെ അതിൻ്റെ ഉത്ഭവസ്ഥാനത്ത്, അറ്റ് ദ സോഴ്സ് എന്ന് പറഞ്ഞല്ലോ, അവിടെ നമുക്ക് ഇല്ലാതെയാക്കാൻ കഴിയണം. വെറുതെ ഇരിക്കുമ്പോൾ മനസ്സെന്താ ചെയ്യാന്നറിയോ? പഴയ കാര്യങ്ങളിലേക്കൊക്കെ ഓടിച്ചെല്ലും. നടന്നു കഴിഞ്ഞ പല സംഭാഷണങ്ങളും, നമ്മളെടുത്ത പല തീരുമാനങ്ങളും, നമുക്ക് പറ്റിപ്പോയ അബദ്ധങ്ങളും, ഇതൊക്കെ മനസ്സ് വീണ്ടും വീണ്ടും അയവിറക്കിക്കൊണ്ടിരിക്കും. ഇതാണ് മനസ്സിൻ്റെ ഒരു നേച്ചർ. കഴിഞ്ഞു പോയ കാലം മാത്രമല്ല, ഭാവിയെക്കുറിച്ചുള്ള കുറേ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. ഒരിക്കലും സംഭവിക്കാൻ വഴിയില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. നമ്മളത് മനസ്സിൽ സങ്കല്പിക്കും, ചിത്രീകരിക്കും. എന്നിട്ട് നമ്മൾ വേവലാതിപ്പെടും. ഇതാണ് നമ്മുടെ അവസ്ഥ. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്തായിരിക്കും വിചാരിക്കുന്നുണ്ടാവുക എന്ന് വിചാരിച്ച് നമ്മൾ വിഷമിക്കും. അപ്പുറത്തുള്ള ആ വ്യക്തിയും അത് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. എല്ലാവരും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഇനി എന്ത് ആപത്താണ് എനിക്ക് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമ്മൾ അനാവശ്യമായി ചിന്തിച്ചു കൂട്ടി തലപുണ്ണാകുന്നൊരവസ്ഥയിലാണ് മിക്കവാറും ആളുകൾ മുഴുവൻ. ഇങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മളാകെ തളരുകയാണ്. ഒന്നും സംഭവിക്കുന്നില്ല, വെറുതെ ഇരിക്കുമ്പോഴും തളർച്ചയാണ്. കാരണം എന്താണ്? തോട്ട്സിന് അത്രയ്ക്കും പവറുണ്ട്. നമ്മൾ അസ്വസ്ഥമാക്കുകയാണ്. സമാധാനത്തോടെ ഇരിക്കേണ്ട നിമിഷങ്ങളാണ്, പക്ഷെ നമുക്കതിന് കഴിയുന്നില്ല. പ്രോബ്ലം എന്താണ്? തോട്ട് തന്നെയാണ് പ്രോബ്ലം. അപ്പോൾ ഈ തോട്ട് ഒരു പ്രോബ്ലമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇതിന് ഒരു പരിഹാരം വേണം എങ്കിൽ, ഒരു സൊല്യൂഷൻ വേണം എങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഈ പ്രോസസ് ഓഫ് തിങ്കിങ്ങിനെ കുറിച്ച് നമുക്ക് അറിയണം. ബിക്കോസ് അൺലെസ് വി അണ്ടർസ്റ്റാൻഡ് ദ പ്രോസസ് ഓഫ് തിങ്കിങ് നമുക്കിതിനെ ശരിക്കും നേരിടാൻ കഴിയില്ല. അപ്പോൾ തോട്ടിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: ക്യാൻ ദ ബോഡി തിങ്ക്? നമ്മുടെ ശരീരത്തിന് ചിന്തിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കണം. നമ്മുടെ ബോഡിക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും, റിയാക്റ്റ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന സെൻസേഷൻസ് ഉണ്ടല്ലോ, ഈ സെൻസേഷൻസ് എല്ലാം അറിയാൻ കഴിയും. റിഫ്ലെക്സസ് ഉണ്ട്, നെർവസ് റെസ്പോൺസസ് ഉണ്ട്, ഇതെല്ലാം അറിയുന്നുണ്ട്. ചില വിഷമങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ചെസ്റ്റിലൊക്കെ ഒരു ടൈറ്റനിങ് ഫീലിംഗ് ഉണ്ടാവില്ലേ? ചെസ്റ്റ് ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. ചെസ്റ്റിലൊരു എക്സ്പീരിയൻസ് വരികയാണ്. ഡസ് ദ ബോഡി തിങ്ക്? നോ, ദ ബോഡി എക്സ്പീരിയൻസസ്. നമ്മുടെ കൈകളും കാലുകളും ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. കൈകൾക്കും കാലുകൾക്കും ചിന്തിക്കാനുള്ള കഴിവില്ല. ഇറ്റ് ഡസ് നോട്ട് ഹാവ്. അപ്പോൾ പിന്നെ ചോദ്യം, തലച്ചോറോ എന്നാണ്. തലച്ചോറ് ചിന്തിക്കുമോ? തലച്ചോറ് ചിന്തിക്കുമോ എന്ന് ചിന്തിച്ചത് തലച്ചോറാണോ എന്ന് ചോദിക്കണം. ഐ ആം തിങ്കിങ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾ ശരീരം അല്ല എന്നാണ്. കാരണം ശരീരത്തിന് ചിന്തിക്കാൻ കഴിയില്ല. ശരീരത്തിന് ചിന്തിക്കാൻ കഴിയാത്തത് കാരണം ഞാൻ ചിന്തിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഞാൻ ശരീരമല്ല എന്നതാണ്. ബിക്കോസ് ദ ബോഡി കനോട്ട് തിങ്ക്. ഇഫ് ദ ബോഡി ക്യാൻ തിങ്ക്, നിങ്ങൾക്ക് പറയാം ഞാൻ ശരീരമാണ്, അപ്പോൾ ഞാൻ ചിന്തിക്കുന്നു. അങ്ങനെ വരില്ല. അപ്പോൾ തലച്ചോറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് മൈൻഡിലേക്ക് പോകാം. അടുത്ത ചോദ്യം, ക്യാൻ ദ മൈൻഡ് തിങ്ക്? മനസ്സിന് ചിന്തിക്കാൻ കഴിയുമോ?
ഓൺ ഇറ്റ്സ് ഓൺ പറ്റുമോ എന്നാണ് ചോദ്യം. അതായത് ഒരു ചിന്തയ്ക്ക് മറ്റൊരു ചിന്തയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുമോ എന്നതാണ് ചോദ്യം. ക്യാൻ എ തോട്ട് തിങ്ക് അബൌട്ട് അനദർ തോട്ട്? ന്യൂറൽ ആക്ടിവിറ്റിയിൽ നിന്നുമാണ് ചിന്തകൾ ഉണ്ടാകുന്നു എന്നാണ് ശാസ്ത്രം പറയുന്നത്. ചില ന്യൂറൽ പാറ്റേൺസ് ഉണ്ടല്ലോ, അത് മറ്റ് ചില ന്യൂറൽ പാറ്റേൺസിനെ ട്രിഗർ ചെയ്യുന്നുണ്ട്. അതിലൂടെ അസോസിയേഷൻ ഉണ്ടാകുന്നു. അസോസിയേഷൻ വരുമ്പോൾ മെമ്മറി ഉണ്ടാകുന്നു. അപ്പോൾ എനിക്ക് പഴയ കാര്യങ്ങൾ ചിന്തിക്കാൻ സാധിക്കും. ആ ചിന്തകളനുസരിച്ച് എനിക്ക് ഇമോഷൻസ് ഉണ്ടാകുന്നു, ബോഡി എക്സ്പീരിയൻസ് ചെയ്യുന്നു, ചില പ്രത്യേക ശീലങ്ങൾ, ഹാബിറ്റ്സൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഫോളോ ചെയ്യുന്നു. അപ്പോൾ ഒരു തോട്ട് പ്രോസസ്സ് അവിടെ നടക്കുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിലും മോഡേൺ സൈക്കോളജി പറയുന്നത് ഐ ആം തിങ്കിങ് എന്ന് പറയുന്നുണ്ടല്ലോ, ഞാൻ ചിന്തിക്കുന്നു, അതൊരു കൺസ്ട്രക്റ്റഡ് എക്സ്പീരിയൻസ് ആണ് എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്കത് വളരെ എക്സ്പീരിയൻഷ്യലായിട്ട് നോക്കാം. ശാസ്ത്രം അവിടെ നിൽക്കട്ടെ. മനസ്സിന് ചിന്തിക്കാൻ കഴിയുമോ? ഇപ്പോൾ നമ്മൾ പറയുകയാണ് ഐ ആം ഇൻ ഡീപ്പ് ട്രബിൾ, എനിക്ക് വല്ലാത്ത പ്രശ്നങ്ങളുണ്ട്, ഐ മസ്റ്റ് ഫിനിഷ് ദിസ് ടുഡേ, എനിക്ക് ഈ ജോലി ഇന്ന് തീർത്തേ മതിയാകൂ പറ്റൂ, ഇഫ് നോട്ട് ഐ വിൽ ഹാവ് ടു സഫർ, ഇല്ലെങ്കിൽ എനിക്കാകെ വിഷമമാകും. ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഇതെല്ലാം റെഡിയാക്കണമെന്ന് വിചാരിക്കുന്ന ഒരു മാനേജർ ഉണ്ടോ എന്ന് ചോദിക്കണം. ഈസ് ദർ എൻ ഇന്നർ മാനേജർ ഇൻസൈഡ് അസ് ഹു ഈസ് റണ്ണിങ് ദ മൈൻഡ്? ഈ ചിന്തകളൊക്കെ പ്രോസസ്സ് ചെയ്യുന്ന ഒരാളവിടെ ഉണ്ടോ? അപ്പോൾ സയൻസ് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് പ്രോസസ്സ്, പക്ഷേ ഇവിടെ നമുക്ക് വേണ്ടത് ഒരു എക്സ്പീരിയൻഷ്യൽ വെരിഫിക്കേഷനാണ്. നിങ്ങൾ പറയുന്നു എനിക്ക് നാളെ രാവിലെ ഓഫീസിൽ നേരത്തെ പോകണം, നാളെ രാവിലെ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, എനിക്ക് ബാങ്കിൽ പോയിട്ട് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്, കുട്ടികളുടെ കാര്യം എനിക്ക് നോക്കണം, എനിക്ക് നാളെ അല്ലെങ്കിൽ ഞായറാഴ്ച അമ്പലത്തിൽ പോകണം, പള്ളിയിൽ പോകണം, എനിക്ക് ധ്യാനിക്കണം. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സത്യത്തിൽ ഇവിടെ കോമൺ ആയിട്ടുള്ളൊരു എലിമെൻ്റ് എന്ന് പറയുന്നത് ഐ ആണ്. ശരിയല്ലേ? അപ്പോൾ ഐ ആം ഇൻ ഡീപ്പ് ട്രബിൾ എന്ന് പറയണമെങ്കിൽ അവിടെ ഒരു ഐ വേണം. ആ ഐ ഉണ്ടെങ്കിൽ മാത്രമേ ആം ഇൻ ഡീപ്പ് ട്രബിൾ എന്ന ബാക്കി ഉള്ള സ്റ്റേറ്റ്മെൻറ്റിന് മീനിങ് ഉണ്ടാവുകയുള്ളൂ. ഐ വിൽ ഹാവ് ടു സഫർ എന്ന് പറയണമെങ്കിൽ ഐ അവിടെ വേണം. അപ്പോൾ നേരത്തെ ചോദിച്ചു, ഒരു ചിന്തയ്ക്ക് മറ്റൊരു ചിന്തയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുമോ? ക്യാൻ എ തോട്ട് തിങ്ക് അബൌട്ട് അനദർ തോട്ട്? അത് പറ്റില്ല എന്ന് നമുക്ക് തോന്നി, പക്ഷേ ഒരർത്ഥത്തിൽ അത് പറ്റും. കാരണം ഞാൻ എന്നൊരു ചിന്ത അവിടെ ഉണ്ടായാൽ പിന്നെ ബാക്കി എല്ലാ ചിന്തകളെയും കോർത്തിണക്കിക്കൊണ്ട് നമുക്ക് ചിന്തകളുടെ ഒരു ചക്രവ്യൂഹം ഉണ്ടാക്കാൻ സാധിക്കും, ഒരു ലൂപ്പ് ഉണ്ടാക്കാൻ സാധിക്കും. ഈ ഞാൻ എന്ന ചിന്തയാണ് പ്രഥമ ചിന്ത. ഈ ഞാൻ എന്ന ചിന്തയുണ്ടെങ്കിൽ മാത്രമേ മറ്റെല്ലാ ചിന്തകളും ഉണ്ടാവുകയുള്ളൂ. ശ്രീ രമണ മഹർഷി ഹൂ am I എന്ന പുസ്തകത്തിൽ പറയുന്നു, ഓഫ് ഓൾ ദ തോട്ട്സ് ദറ്റ് അറൈസ് ഇൻ ദ മൈൻഡ് ദി ഐ തോട്ട് ഇസ് ദ ഫസ്റ്റ്. എല്ലാ ചിന്തകളിലും ആദ്യ ചിന്ത ഞാൻ എന്ന ചിന്തയാകുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ഈ ഞാൻ എന്ന ചിന്തയില്ലെങ്കിൽ മറ്റ് ഒരു ചിന്തകൾക്കും അവിടെ സ്ഥാനമില്ല. 9ാമത്തെ പാരഗ്രാഫാണ് ഈ പുസ്തകത്തിലാണ്. ഹൂ am I എന്നുള്ള ചെറിയ പുസ്തകത്തിൽ പാരഗ്രാഫ് 9 ഇതിൽ പാത്ത് ഓഫ് എൻക്വയറി, മനസ്സിനെക്കുറിച്ച് മനസ്സിലാക്കാൻ, പാത്ത് ഓഫ് എൻക്വയറി ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദ നേച്ചർ ഓഫ് ദ മൈൻഡ് എന്ന് ചോദിച്ചപ്പോഴാണ് മഹർഷി ഉത്തരം പറഞ്ഞത്, ഓഫ് ഓൾ ദ തോട്ട്സ് ദറ്റ് അറൈസ് ഇൻ ദ മൈൻഡ് ദി ഐ തോട്ട് ഇസ് ദ ഫസ്റ്റ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇറ്റ് ഈസ് ഓൺലി ആഫ്റ്റർ ദ റൈസ് ഓഫ് ദിസ് ദറ്റ് ദി അതർ തോട്ട്സ് അറൈസ്. ഈ ഞാൻ എന്ന ചിന്തയുണ്ടെങ്കിൽ മാത്രമേ മറ്റെല്ലാ ചിന്തകളും ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ വിഷയം ഓവർ തിങ്കിങ് ആണ്. പല പല ചിന്തകളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാ ചിന്തകളും തുടങ്ങുന്നത് ഈ ഒരൊറ്റ ചിന്തയിൽ നിന്നാണ്. ആ ചിന്തയാണ് ഐ. നേരത്തെ പറഞ്ഞു, എനിക്ക് നാളെ രാവിലെ ഓഫീസിൽ പോകേണ്ടി വരും, എനിക്ക് മീറ്റിങ്ങിൽ പങ്കെടുക്കണം, എനിക്ക് ബാങ്കിൽ പോകണം, കുട്ടികളുടെ കാര്യം നോക്കണം, അമ്പലത്തിൽ പോകണം, പള്ളിയിൽ പോകണം, ധ്യാനിക്കണം എന്നൊക്കെ പറഞ്ഞല്ലോ. ഇതൊക്കെ ആരാ പറയുന്നത്? ഞാൻ. അപ്പോൾ ഈ ഞാൻ നേരത്തെ ചോദിച്ചു, ശരീരമാണോ? ആകാൻ വഴിയില്ല. കാരണം ശരീരത്തിന് ചിന്തിക്കാൻ പറ്റില്ല നമ്മൾ ആദ്യം പറഞ്ഞു അല്ലേ. അപ്പോൾ ശരീരമല്ല ഇത് പറയുന്നത്. പിന്നെ നമ്മൾ ചോദിച്ചു, ഈ ഞാൻ എന്നതൊരു ചിന്തയാണോ? മറ്റെല്ലാ ചിന്തകളെ പോലെയുള്ളൊരു ചിന്തയല്ല ഈ ഞാൻ എന്ന ചിന്ത. പക്ഷേ ഒരു ചിന്ത പോലെ ഒരു സാധനം ആദ്യം ഉള്ളിൽ നിന്നും വരുന്നു, എന്നിട്ട് ഞാൻ എന്ന് വിളിച്ചു പറയുന്നു. ആ ഞാൻ എന്ന് വിളിച്ചു പറയുന്ന ചിന്തയാണ് ബാക്കി എല്ലാ ചിന്തകളെയും കൊണ്ടുവരുന്നത്. ഇവിടെ ഓവർ തിങ്കിങ്ങിന് നമുക്കൊരു പരിഹാരം കാണണം എങ്കിൽ ഈ കാണുന്ന എല്ലാ ചിന്തകളിലുമാണോ വർക്ക് ചെയ്യേണ്ടത് എന്ന് നമ്മൾ സ്വയം ആലോചിക്കണം. ഇസ് ദർ എനി പോയിൻ്റ്
ഇൻ വർക്കിംഗ് വിത്ത് ഓൾ ദ തോട്ട്സ് ദറ്റ് ആർ കമ്മിങ് ആൻഡ് ഗോയിങ്? ഉണ്ടോ? വർക്ക് ചെയ്താൽ ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും, ശാന്തതയൊക്കെ ഉണ്ടാകും. പക്ഷേ ആസ് ലോങ് ആസ് ദി ഐ റിമെയിൻസ്, ഞാൻ എന്ന ചിന്ത അവിടെ ഉള്ളിടത്തോളം കാലം പിന്നെയും ചിന്തകൾ വന്നുകൊണ്ടിരിക്കും, നിൽക്കില്ല. ഐ തോട്ടാണ് പ്രോബ്ലം. അപ്പോൾ എല്ലാ ഓവർ തിങ്കിങ്ങും ഉണ്ടാക്കുന്നത് ശരിക്കും ആരാണ്? ഞാൻ എന്ന പ്രഥമ ചിന്തയാണ്. അതും ഒരു ചിന്തയാണെന്ന് കൂട്ടിക്കോളൂ. അപ്പോൾ അവിടെയാണ് നമുക്ക് ഫോക്കസ് കൊണ്ടുവരേണ്ടത്. ഇൻസ്റ്റെഡ് ഓഫ് തിങ്കിങ് അബൌട്ട് അതർ തോട്ട്സ്, നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഞാൻ എന്ന ചിന്തയിലൊന്ന് ഫോക്കസ് ചെയ്യാം. ശരിക്കും നിങ്ങളുടെ ശ്രദ്ധയെ ഈ ഞാൻ എന്ന ചിന്തയിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാമെന്നറിയോ? മറ്റേ തോട്ട്സ് ഇല്ലാതെയാകും. ശരിക്കും ഫോക്കസ് ചെയ്താൽ, പ്രാക്ടീസിലൂടെ, നിരന്തരം ക്ലാസ്സുകളിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ഇത് അനുഭവമാണ് എന്ന് പലപ്പോഴും പറയാറുണ്ട് അല്ലേ? കാരണം ഈ ഐ എന്ന ചിന്ത അവിടെ സ്ട്രോങ് ആയി നിൽക്കുമ്പോൾ മാത്രമേ മറ്റുള്ള ചിന്തകൾക്ക് അവിടെ സ്ഥാനമുള്ളൂ. ഐ ആം തിങ്കിങ് എന്ന് പറയണമെങ്കിൽ ഐ വേണം. ഈ ഐ എന്നുള്ളത് ബോഡിയല്ല, ഈ ഐ എന്നുള്ളത് മൈൻഡുമല്ല, പക്ഷേ മൈൻഡിൻ്റെ ഒരു ഭാഗമാണ്. മൈൻഡ് എന്ന് പറഞ്ഞാൽ തോട്ട്സാണ്. ആ തോട്ടിൽ ഏറ്റവും ആദ്യത്തെ തോട്ടാണ്. അതാണ് നേരത്തെ ചിത്രത്തിൽ ആ ഐയിൽ നിന്നും ബാക്കി എല്ലാ തോട്ടും വരുന്നതായിട്ട് കണ്ടത്. അപ്പോൾ ഈ ഐ എന്ന പോയിന്റിൽ നിങ്ങൾക്ക് ശ്രദ്ധയെ ഉറപ്പിച്ച് വെക്കാൻ കഴിഞ്ഞാൽ മനസ്സ് വേറെ പല ചിന്തകളിലേക്കും പോകും. പക്ഷെ അവിടെ നിന്ന് വീണ്ടും ഈ ഞാൻ എന്ന പ്രഥമ ചിന്തയിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ സാധിച്ചാൽ അവിടെ നിങ്ങൾക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ സാധിക്കും, അന്വേഷിക്കാൻ സാധിക്കും, എൻക്വയറി ചെയ്യാൻ സാധിക്കും. ആ എൻക്വയറിക്കാണ് ഹൂ am I എന്ന് പറയുന്നത്. ഈ ഹൂ am I എന്നതാണ് ആത്മവിചാരം. ആത്മ എന്ന് പറഞ്ഞാൽ ഞാൻ അല്ലെങ്കിൽ സെൽഫ്. വിചാര എന്ന് പറഞ്ഞാൽ എൻക്വയറി, അന്വേഷണം, ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ ആത്മവിചാരം എന്ന് പറഞ്ഞാൽ സെൽഫ് ഇൻവെസ്റ്റിഗേഷൻ, സെൽഫ് എൻക്വയറി എന്നർത്ഥം. അപ്പോൾ നമ്മളിവിടെ എൻക്വയർ ചെയ്യുന്നത് ശരീരത്തിലേക്കാണോ? അല്ല. മനസ്സിലേക്കാണോ? അല്ല. നമ്മുടെ പ്രൊഫഷനെക്കുറിച്ചാണോ? അല്ല. നമ്മുടെ ഫാമിലിയെക്കുറിച്ചാണോ? അല്ല. നമുക്കൊരു പേഴ്സണാലിറ്റി ഉണ്ട്, ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്, അതാണോ? ഇതൊന്നുമല്ല. പിന്നെ എന്താ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ അന്വേഷിക്കുന്നത് ഈ ഞാൻ എന്നൊരു സ്പന്ദനമുണ്ട്, ഒരു പൾസേഷനുണ്ട്. അതിൽ നമ്മുടെ ശ്രദ്ധയെ ഉറപ്പിച്ച് വെച്ച് ആ ഞാൻ എന്ന ഫീലിംഗ് ഉണ്ടല്ലോ, അതിൻ്റെ നേച്ചർ കണ്ടുപിടിക്കലാണ്. അതാരാണ്, അതെവിടെ നിന്നാണ് ഉണ്ടായത് എന്ന് വളരെ സൂക്ഷ്മമായി പരിശോധിക്കുന്ന പ്രോസസ്സാണ് സെൽഫ് എൻക്വയറി അഥവാ ആത്മവിചാരം. അങ്ങനെ നമ്മൾ ആ ഐയിൽ ഫോക്കസ് നിലനിർത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ബാക്കിയുള്ള തോട്ടൊന്നും ഇല്ലാതെയാകും, നിഷ്പ്രഭമാകും. ബ്ലറി ഇഫക്റ്റ് കണ്ടില്ലേ ഇവിടെ? ദർ ഇസ് നോ പ്രോമിനൻസ്. ഓൾ ഓഫ് ദോസ് തോട്ട്സ് വിൽ ഫെയ്ഡ് ഇൻ ടു ദ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഞാൻ ആര് എന്ന് അന്വേഷിച്ച് പോകുമ്പോൾ ഓവർ തിങ്കിങ്ങിനുള്ള കൃത്യമായ പരിഹാരമായി. കാരണം എല്ലാ തോട്ടും ഒരേ സമയത്ത് ഇല്ലാതെയാകും. ഓരോ തോട്ടിലും വർക്ക് ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ല. മഹർഷി പറയുന്നു, ദ തോട്ട് ഹൂ am I will destroy all other thoughts and like the stick used for stirring the burning fire, it will itself in the end get destroyed. ഞാൻ ആര് എന്ന വിചാരം മറ്റെല്ലാ ചിന്തകളെയും നശിപ്പിക്കും. ദ തോട്ട് ഹൂ am I will destroy all other thoughts. ഇവിടെ ദ തോട്ട് ഹൂ am I എന്ന് മഹർഷി പറഞ്ഞെങ്കിലും ശരിക്കും പറഞ്ഞാൽ അതൊരു വിചാരം എന്ന മീനിങ്ങിലാണ് എടുക്കേണ്ടത്. ആൻഡ് ലൈക്ക് ദ സ്റ്റിക്ക് യൂസ്ഡ് ഫോർ സ്റ്റിറിങ് ദ ബേണിംഗ് ഫയർ, ഇറ്റ് വിൽ ഇറ്റ് സെൽഫ് ഇൻ ദി എൻഡ് ഗെറ്റ് ഡിസ്ട്രോയിഡ്. ചിതയിലെ തീ ഇളക്കാൻ ഉപയോഗിക്കുന്ന ചുടലക്കൊള്ളി ഉണ്ടല്ലോ, ആ ചുടലക്കൊള്ളി ഒടുവിൽ ആ തീയിൽ തന്നെ എരിഞ്ഞു തീരുന്നത് പോലെ ഞാൻ എന്ന ചിന്തയും അവസാനം നശിക്കും എന്ന് മഹർഷി പറയാണ്. അപ്പോൾ ഞാൻ ആര് എന്ന നമ്മുടെ അന്വേഷണം, ഈ ഞാൻ എന്ന പോയിന്റിൽ നമ്മൾ ശ്രദ്ധയെ നിർത്തിക്കൊണ്ട് അതിൽ കൂടുതൽ ഗവേഷണം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതാണ് ചുടലക്കൊള്ളി. ആ ചുടലക്കൊള്ളി അവസാനം സ്വന്തം എരിഞ്ഞു തീരും എന്ന് പറഞ്ഞല്ലോ. ഈ ഐ എന്ന തോട്ടും ഇല്ലാതെയാകും. ഐ എന്ന തോട്ട് ഇല്ലാതെയായാൽ ബാക്കി ഒരു തോട്ടിനും അവിടെ നിൽക്കാൻ കഴിയില്ല. വേണമെന്ന് വെച്ചാലും ഓവർ തിങ്കിങ് സാധ്യമാവില്ല എന്നർത്ഥം. ഇങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും? മഹർഷി സേസ്, ദെൻ ദർ വിൽ അറൈസ് സെൽഫ് റിയലൈസേഷൻ. അപ്പോൾ ആത്മസാക്ഷാത്കാരമുണ്ടാകും. ദ ജേർണി വിത്തിനിൽ നമ്മുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം ആത്മസാക്ഷാത്കാരമാണ്, എവേക്കനിങ് ആണ്. എവേക്കനിങ് ഉള്ള ടീച്ചിങ്സാണ് മഹർഷി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്
എൻഡ് ഓവർ തിങ്കിങ് അറ്റ് ഇറ്റ്സ് സോഴ്സ് എന്നല്ലേ. ഈ സോഴ്സ് എന്ന് പറഞ്ഞാൽ, ഉറവിടം എന്ന് പറഞ്ഞാൽ എന്താണ്? ചിന്തകളുടെ ഉറവിടം ഞാൻ എന്ന പ്രഥമ ചിന്ത. അപ്പോൾ അമിത ചിന്തകളെ ഉറവിടത്തിൽ ഇല്ലാതെയാക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അർത്ഥം, ഞാൻ എന്ന പ്രഥമ ചിന്തയിൽ നമുക്ക് നമ്മുടെ ശ്രദ്ധയെ ഉറപ്പിച്ചു വയ്ക്കാൻ സാധിച്ചാൽ എല്ലാ ചിന്തകളും നശിക്കും. അപ്പോൾ ഓവർ തിങ്കിങ്ങിനെ നമുക്ക് പൂർണ്ണമായും തടയാൻ സാധിക്കും. മഹർഷിയോട് ചോദിച്ചൊരു ചോദ്യമായിരുന്നു, വൈ ഷുഡ് സെൽഫ് എൻക്വയറി അലോൺ ബി കൺസിഡേർഡ് ദി ഡയറക്റ്റ് മീൻസ് ടു ജ്ഞാന? ജ്ഞാനത്തിലേക്കുള്ള ഏക നേർവഴി, ഡയറക്റ്റ് മീൻസ് ടു ജ്ഞാന, ആത്മവിചാരമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു. അപ്പോൾ മഹർഷി പറഞ്ഞു, ബിക്കോസ് എവറി കൈൻഡ് ഓഫ് സാധന എക്സെപ്റ്റ് ദറ്റ് ഓഫ് ആത്മവിചാര, സെൽഫ് എൻക്വയറി, presupposes the retention of the mind as the instrument for carrying on the sadhana. And without the mind, it cannot be practiced. അപ്പോൾ എന്തുകൊണ്ടാണ് ജ്ഞാനത്തിലേക്കുള്ള നേരായ വഴി, ഡയറക്റ്റ് മീൻസ്, ആത്മവിചാരം അല്ലെങ്കിൽ സെൽഫ് എൻക്വയറി ആണ് എന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ മഹർഷി എന്താ പറഞ്ഞത്? കാരണം ആത്മവിചാരം ഒഴികെയുള്ള മറ്റെല്ലാ സാധനകൾ സ്പിരിച്വൽ പ്രാക്ടീസസ്, മനസ്സിനെ ഒരു ഉപകരണമായി ആശ്രയിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. മനസ്സിനെ ഒരു ഉപകരണമായി ആശ്രയിക്കാതെ മറ്റൊരു സാധനയും നമുക്ക് ചെയ്യാൻ സാധ്യമല്ല. മനസ്സിൻ്റെ സഹായമില്ലാതെ ഒരു സാധനയും നമുക്ക് അനുഷ്ഠിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ആ മാർഗങ്ങളിലെല്ലാം മനസ്സ് നിലനിൽക്കുന്നു എന്നാണ് മഹർഷി പറഞ്ഞത്. മനസ്സ് നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന പ്രഥമ ചിന്ത നിലനിൽക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഞാൻ എന്ന പ്രഥമ ചിന്തയില്ലാതെ നമുക്കൊരു പ്രാക്ടീസും ചെയ്യാൻ കഴിയില്ല. ആൻഡ് ഹി കണ്ടിന്യൂസ്, ദി അറ്റംപ്റ്റ് ടു ഡിസ്ട്രോയ് ദ ഈഗോ ഓർ ദ മൈൻഡ് ത്രൂ സാധനാസ് അതർ ദൻ ആത്മവിചാര ഈസ് ജസ്റ്റ് ലൈക്ക് ദ തീഫ് പ്രിറ്റൻഡിങ് ടു ബി എ പോലീസ്മാൻ ടു ക്യാച്ച് ദ തീഫ്, ദാറ്റ് ഈസ് ഹിംസെൽഫ്. ആത്മവിചാരം ഒഴികെയുള്ള മറ്റു സാധനകളിലൂടെ മനസ്സിനെ അല്ലെങ്കിൽ അഹങ്കാരത്തിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്തുപോലെയാണെന്നാണ് പറഞ്ഞത്? കള്ളൻ തന്നെ പോലീസ് വേഷം കെട്ടി കള്ളനെ, അതായത് തന്നെ പിടിക്കാൻ നടക്കുന്നത് പോലെയാണ് എന്ന്. പിടികൊടുക്കുമോ? പിടികൊടുക്കില്ല. ആത്മവിചാരമാകുമ്പോൾ അങ്ങനെയല്ല, നേരെ അതിൻ്റെ സോഴ്സിലേക്ക് പോവുകയാണ്. കംപ്ലീറ്റ്ലി നമ്മളിലേക്ക് തന്നെ സബ്സൈഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഞാൻ എന്ന ഫീലിംഗ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഈ നിമിഷം നിങ്ങൾക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ എന്ന പോയിന്റിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ മറ്റൊരു ചിന്തയും ഉണ്ടാകില്ല, ബാക്കിയെല്ലാം മാഞ്ഞു പോകും. പക്ഷേ അങ്ങനെ ശ്രദ്ധയെ അവിടേക്ക് കൊണ്ടുപോകണമെങ്കിൽ മനസ്സിനൊരു ശുദ്ധി എന്തായാലും വേണം. മനസ്സ് ശുദ്ധീകരിക്കാനുള്ള പല പ്രാക്ടീസസും നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. ആദ്യം തന്നെ ഈ പ്രാക്ടീസിലേക്ക് വരുന്നവർ ചിലർക്കത് കിട്ടിയെന്ന് വരില്ല. നിരന്തരം സാധനകൾ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ആ ഞാൻ എന്ന ഉറവിടത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കും. അങ്ങനെയാണ് നമുക്ക് ഇത് സത്യമാണ് എന്ന് മനസ്സിലാക്കുന്നത്. ഇന്നത്തെ മെഡിറ്റേഷൻ പ്രോസസ്സ് നമ്മളെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് 3 സ്റ്റെപ്പിലൂടെ പറയാം. സോ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ്. എന്നിട്ട് പൂർണ്ണമായും പങ്കെടുക്കണം മെഡിറ്റേഷനിൽ. നമ്പർ 1, ലെറ്റ് ദ യൂഷ്വൽ ഓവർ തിങ്കിങ് അറൈസ്. മറ്റുള്ള പല ആത്മവിചാര ധ്യാനത്തിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായി നമ്മൾ ഇന്ന് ചെയ്യാൻ തുടങ്ങുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനെയാണ്. ഓവർ തിങ്കിങ് ഉണ്ടല്ലോ, അതിനെ വരാൻ അനുവദിക്കണം. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ വിഷയം അമിതമായ ചിന്തകളാണല്ലോ. നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ കുറേ കാര്യങ്ങളുണ്ടാവും. എല്ലാം വരട്ടെ എന്നാണ് ലെറ്റ് ദി യൂഷ്വൽ ഓവർ തിങ്കിങ് അറൈസ് എന്ന് പറഞ്ഞാൽ അർത്ഥം. നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച്, നിങ്ങളുടെ ജോലി ബിസിനസ്സിനെക്കുറിച്ച്, നിങ്ങളുടെ കുട്ടികളെക്കുറിച്ച്, നിങ്ങളുടെ ഫൈനാൻസസിനെക്കുറിച്ച്, നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ ബന്ധങ്ങളെക്കുറിച്ചൊക്കെ പല ചിന്തകളും നിങ്ങളുടെ മനസ്സിലുണ്ടാവും. എല്ലാത്തിനെയും ആദ്യഘട്ടത്തിൽ വരാൻ അനുവദിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഒരു ചിന്തയിൽ നിന്ന് മറ്റൊരു ചിന്തയിലേക്ക് മനസ്സിങ്ങനെ ചാടി പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഒരു ചിന്ത മറ്റ് അനവധി ചിന്തകളെ കൂട്ടിക്കൊണ്ടുവരുന്നത് എന്ന് മനസ്സിലാവും. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സ്ലോലി നമ്മൾ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് പോകും. നോട്ടീസ് ദി അണ്ടർലൈങ് ഐ തോട്ട്. അപ്പോൾ ഈ ചിന്തകൾക്കും ബഹളങ്ങൾക്കൊക്കെ ഇടയിൽ ശബ്ദമില്ലാത്ത ഒരു ഞാൻ എന്ന ഒരു ധാരണ അവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അണ്ടർലൈങ് ഐ തോട്ട്, ഞാൻ എന്നൊരു തോന്നൽ നമുക്കെല്ലാവർക്കും ഇല്ലേ? ഉണ്ട്. നേരത്തെ എക്സാമ്പിൾ പറഞ്ഞല്ലോ, ഇതെല്ലാം എനിക്കാണ് സംഭവിക്കുന്നത്, ഞാൻ കുഴപ്പത്തിലാകാൻ പോവുകയാണ്, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കേണ്ടത് ഞാനാണ്, എല്ലാത്തിലും ഒരു ഞാനുണ്ട്. ഇതാണ് അണ്ടർലൈങ് ഐ തോട്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം. അപ്പോൾ മറ്റനവധി ചിന്തകൾ ഉണ്ടെങ്കിലും ഈ അനവധി ചിന്തകളുടെ ഫൗണ്ടേഷനായി ഒരു ഞാൻ എന്ന ചിന്തയുണ്ട്. അവിടേക്ക് നമുക്ക് ശ്രദ്ധയെ കൊണ്ടുപോകാൻ സാധിക്കും. മൂന്നാമത്തെ സ്റ്റേജിൽ
യു വിൽ എൻക്വയർ ഇൻ ടു ദി ഐ ആൻഡ് സ്റ്റേ വിത്ത് ഇറ്റ്. ആ ശബ്ദമില്ലാത്ത ഞാൻ ഉണ്ടല്ലോ, ആ ഞാൻ ആരാണ് എന്ന് അന്വേഷിക്കണം. ഹൂ ഇസ് ദിസ് ഐ, അല്ലെങ്കിൽ ഹൂ ആം ഐ? എവിടെ നിന്നാണ് ആ ഫീലിംഗ് എനിക്ക് വരുന്നത്? വളരെ ശ്രദ്ധയോടെ കാമായിട്ട് ചെയ്താൽ മതി. അപ്പോൾ എന്താണ് അനുഭവമെന്ന് നമുക്ക് ഈ മെഡിറ്റേഷൻ കഴിഞ്ഞ ശേഷം നോക്കാം. ജെൻ്റ്ലി ക്ലോസ് യുവർ ഐസ്. ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ ഇരിക്കുക. ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ തന്നെ റിലാക്സ്ഡായി ഇരുന്നാൽ മതി. ഇനി വളരെ സാവധാനം മനസ്സിനെ അതിൻ്റെ വഴിക്ക് സഞ്ചരിക്കാൻ അനുവദിക്കുക. ചിന്തകൾ വന്നോട്ടെ, ഒന്നിനെയും തടയേണ്ടതില്ല. നിങ്ങളുടെ ഭാവി പരിപാടികൾ, കുടുംബത്തിലുള്ള ചില വിഷയങ്ങൾ, മനസ്സിലുള്ള ആശങ്കകൾ, തീരാത്ത ജോലികൾ, ചെയ്യുന്ന കാര്യത്തിൻ്റെ റിസൾട്ടിനെ കുറിച്ചുള്ള ഉത്കണ്ഠ, ഇവയെല്ലാം ചിന്തകളായി വന്നുകൊള്ളട്ടെ. മനസ്സിനെ തുറന്ന് വയ്ക്കുക. ഒരു ചിന്തയെയും തടയുന്നില്ല, ബലമായി നിയന്ത്രിക്കുന്നില്ല. നിങ്ങളുടെ മനസ്സ് പതിവായി ചെയ്യുന്ന ആ ചിന്താ വ്യായാമമുണ്ടല്ലോ, ഓവർ തിങ്കിങ് പാറ്റേൺ, അത് നടന്നുകൊണ്ടിരിക്കട്ടെ. ഒരു ചിന്തയിൽ നിന്ന് മറ്റൊരു ചിന്തയിലേക്ക് മനസ്സ് ചാടിക്കൊണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഒരൊറ്റ ചിന്ത എങ്ങനെയാണ് മറ്റു പല ചിന്തകളെയും കൂട്ടിക്കൊണ്ടുവരുന്നത് എന്ന് നോക്കുക. അനേകം ചിന്തകൾ കോർത്തിണക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. ചിലപ്പോൾ ഈ ചിന്തകൾ വേഗത്തിൽ വന്നു പോകുന്നതായി തോന്നിയേക്കാം. എന്തുമായിക്കോട്ടെ, ബിക്കം അവെയർ ഓഫ് ദോസ് തോട്ട്സ്. നിങ്ങൾ റിലാക്സ്ഡായി ഇരുന്നാൽ മാത്രം മതി. ഒരു റോഡരികിൽ നിന്ന് വാഹനങ്ങളെ നോക്കിക്കാണുന്നത് പോലെ ഈ വന്നു പോകുന്ന ചിന്തകളെ നോക്കിക്കാണുക മാത്രം ചെയ്യുക.
ഇനി വളരെ സൂക്ഷ്മമായ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ ബഹളങ്ങൾക്കും ചിന്തകൾക്കും ഇടയിൽ ശബ്ദമില്ലാത്ത ഒരു ഞാൻ എന്ന ധാരണ ഒളിഞ്ഞിരിപ്പുണ്ട്. ഞാൻ എന്ന തോന്നൽ ഞാനാണ് ഇത് ചെയ്യേണ്ടത്, എനിക്കാണ് ഇതെല്ലാം സംഭവിക്കുന്നത്, പരിഹരിക്കേണ്ട ചുമതല എൻ്റേതാണ്. എല്ലാത്തിലും ഞാൻ എന്ന ഒരു തോന്നലുണ്ട്. Gently bring your attention to the awareness of this I. ഈ ഞാൻ എന്ന വസ്തുവിനെ ബുദ്ധി കൊണ്ട് ചിന്തിക്കരുത്, മനസ്സുകൊണ്ട് വിശകലനം ചെയ്യരുത്. പകരം എല്ലാ ചിന്തകൾക്കും പിന്നിൽ ആ ഞാൻ എന്നൊരു തോന്നലുണ്ടല്ലോ, അതിനെ വെറുതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഈ ഞാൻ ചിന്തകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒന്നല്ല, കുറച്ചുകൂടി ഉള്ളിലാണ്. അതൊരു പ്രഥമ ചിന്തയാണ്. എല്ലാ ചിന്തകളുടെയും കേന്ദ്രം ഇതാണ്. വളരെ സാവധാനം നിങ്ങളുടെ ശ്രദ്ധ മുഴുവനായും ഈ ഞാൻ എന്ന തോന്നലിലേക്ക് തിരിക്കുക. ഇവിടെയാണ് നമ്മൾ വഴിമാറുന്നത്. ഞാൻ എന്ന് ചിന്തിക്കുന്നതിന് പകരം ഈ ഞാൻ എന്ന വസ്തുവിനെ നിർവചിക്കുന്നതിന് പകരം ഞാൻ ചിന്തിക്കുന്നു എന്ന അനുഭവം ആർക്കാണോ ഉണ്ടാകുന്നത് ആ ആളിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണ് വേണ്ടത്. So you must bring your attention to the feeling of I. ഒരു ടോർച്ച് ഒരു പ്രത്യേക പോയിന്റിലേക്ക് അടിക്കുന്നത് പോലെ ഞാൻ എന്ന കേന്ദ്രത്തിലേക്ക് ശ്രദ്ധയെ
തിരിച്ചു പിടിക്കുക. അവിടെ തന്നെ ഉറച്ചു നിൽക്കുക. അതിനിടയിൽ മറ്റു ചിന്തകൾ വന്നേക്കാം. ഡസൻറ്റ് മാറ്റർ. ഒരു ചിന്തയുടെയും പുറകെ നമ്മൾ പോകുന്നില്ല. ഒരു ചിന്തയെയും തള്ളി മാറ്റുന്നില്ല. ഓരോ തവണ ചിന്ത വരുമ്പോഴും ആ ചിന്ത വരുന്നതിന് മുൻപേ അവിടെ ഉണ്ടായിരുന്ന ആ ഞാൻ എന്ന ബോധമുണ്ടല്ലോ, ദ ഫീലിംഗ് ഓഫ് ഐ, ആ ബോധത്തിലേക്ക് ശ്രദ്ധയെ തിരിക്കുക. ഇനി സാവധാനം ഈ ഞാൻ ആരാണ് എന്ന് അന്വേഷിക്കുക. ഹൂ ഇസ് ദിസ് ഐ? അല്ലെങ്കിൽ ഹൂ ആം ഐ? ഒരു ഉത്തരം ലഭിക്കാൻ വേണ്ടിയല്ല ഇത് ചെയ്യുന്നത്. ശ്രദ്ധയെ പൂർണ്ണമായും ഉള്ളിലേക്ക് തിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആര് എന്നന്വേഷിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ എവിടെ നിന്നാണ് ഞാൻ എന്ന ഫീലിംഗ് ഉദിക്കുന്നത്? നിശബ്ദമായി ഇരുന്ന് ഉത്തരം പ്രതീക്ഷിക്കാതെ അന്വേഷിക്കുക. ആ അന്വേഷണം വിരൽ ചൂണ്ടുന്ന നിശബ്ദതയിൽ ശ്രദ്ധിക്കുക. എല്ലാ ചിന്തകളുടെയും ഉറവിടമായ ഞാൻ എന്ന കേന്ദ്രബിന്ദുവിൽ ശ്രദ്ധയെ ഉറപ്പിച്ചു വയ്ക്കുമ്പോൾ ആ ഞാൻ ഇല്ലാതാകുന്നു. പിന്നെ അവിടെ ഒന്നുമില്ല. ഒരു തരം ശൂന്യത മാത്രം. ആ ഞാൻ എന്ന ചിന്ത ഇല്ലാതെയാകുമ്പോൾ മറ്റു ചിന്തകൾക്ക് നിലനിൽക്കാൻ ഇടമില്ലാതെയാകും. അപ്പോൾ ആ ചിന്തകളും അപ്രത്യക്ഷമാകും.
ഞാൻ എന്ന ഫീലിംഗ് അവിടെയുണ്ടോ എന്ന് വീണ്ടും നോക്കുക. ഈ ധ്യാനത്തിൻ്റെ തുടക്കത്തിൽ പല ചിന്തകളും വന്നില്ലേ? അവയിൽ ഏതെങ്കിലും ചിന്ത അവിടെയുണ്ടോ എന്ന് നോക്കുക. ഞാൻ ആര് എന്ന വിചാരം മറ്റെല്ലാ ചിന്തകളെയും നശിപ്പിക്കും. ശ്രീ രമണ മഹർഷി പറഞ്ഞതുപോലെ ചിതയിലെ തീ ഇളക്കാൻ ഉപയോഗിക്കുന്ന ചുടലക്കൊള്ളി ഒടുവിൽ ആ തീയിൽ തന്നെ എരിഞ്ഞു തീരുന്നത് പോലെ ഞാൻ എന്ന ചിന്തയും അവസാനം നശിക്കും. അപ്പോൾ ആത്മസാക്ഷാത്കാരമുണ്ടാകും. ഇതുവരെ അന്വേഷിച്ച ഞാൻ അല്ല യഥാർത്ഥ ഞാൻ എന്ന് വ്യക്തമാകും. നമ്മൾ അന്വേഷണം തുടങ്ങിയപ്പോൾ ഉണ്ടായ ഞാൻ ഇല്ലാതെയാകുമ്പോൾ ചിന്തയല്ലാത്ത മറ്റൊരു ഞാൻ അവിടെ രൂപം കൊള്ളും. അതാണ് ശരിയായ ഞാൻ. അതിന് അതിർവരമ്പുകളില്ല. അതിന് ഞാൻ, നീ എന്നൊന്നും പറയാൻ കഴിയില്ല. അതൊരു സ്ഫുരണയാണ്. അതാണ് സ്നേഹമാകുന്ന ഞാൻ. അതാണ് ഹൃദയമാകുന്ന ഞാൻ. അതാണ് ആത്മാവ്. ജസ്റ്റ് ബീയിങ്. അതിൽ ഉറച്ചു നിൽക്കുക. പതുക്കെ സമയമാകുമ്പോൾ കണ്ണുകൾ തുറക്കാം. താങ്ക് യു.